നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഉന്മേഷ് ശിവര. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്കാണ്. സഭയിൽ നാടകീയ സംഭവങ്ങൾ. കയ്യാങ്കളിക്കും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള അതിരൂക്ഷ വാക്പോരിനും സാക്ഷ്യം വഹിച്ച് നിയമസഭ അടിച്ചു പിരിഞ്ഞു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേർക്കുനേർ വെല്ലുവിളിക്ക് പിന്നാലെ അതിനാടകീയ സംഭവങ്ങൾക്കാണ് നിയമസഭ ഇന്ന് വേദിയായത്. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചും ബാനർ ഉയർത്തിയും പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങളെ ബലം പ്രയോഗിച്ചാണ് വാച്ച് ആൻഡ് വാർഡ് നീക്കിയത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും പ്രതിപക്ഷ ബഹളത്തിൽ സഭ പിരിയുന്ന അപൂർവ നടപടിക്കും നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കേണ്ടെന്ന തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ പ്രതിപക്ഷം എടുത്തിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളുടെ പട്ടിക മാറ്റിയതിനെ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധത്തിന് തുടക്കം. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചതിന് പിന്നാലെ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന സ്പീക്കറുടെ ചോദ്യം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡറുണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. മലപ്പുറം പരാമർശം വിവാദം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണനയ്ക്കെടുത്തു. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. സർ, ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളയാം. ഇതോടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം തിരിഞ്ഞു. എന്ത് നിലവാരമില്ലാത്ത വാക്ക് ഞാൻ പറഞ്ഞത്? നിങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ് പറയാം. വിട്ടുകൊടുക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല. നേതാക്കൾ തമ്മിൽ നേർക്കുനേർ പോര്. ബഹളത്തിനിടെ പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ കസേരയ്ക്കടുത്തേക്കെത്തി. സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായതോടെ അനുവദിച്ച അടിയന്തര പ്രമേയ ചർച്ച പോലും വേണ്ടെന്ന് വെച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 തിരുവനന്തപുരം. നിയമസഭയിൽ നേർക്കുനേർ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും. ചോദ്യോത്തരവേളയുടെ തുടക്കം മുതൽ ബഹളമയമായിരുന്ന സഭ പിരിയും വരെ ഇരുവരും വാക്പോര് തുടർന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ ആദ്യം വിമർശനം തുടങ്ങിയത് മുഖ്യമന്ത്രി. അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി മടങ്ങിയെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയെ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു. മറുപടി ഇങ്ങനെ: അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, വി.ഡി. സതീശൻ ആരാണ് എന്നതേക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. വിട്ടുകൊടുക്കാൻ പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല. ക്ഷുഭിതനായി മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് സർ, ഇവർക്ക് വേണ്ടത് LDFനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിനിടയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം സഭാ TV കട്ട് ചെയ്തു. സഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനമാണ് നടത്തിയത്. 24 തിരുവനന്തപുരം. കേരളം കണ്ട ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശനെന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഓടിയ വഴിയിൽ പുല്ല് മുളച്ചിട്ടില്ല എന്നായിരുന്നു പരിഹാസം. ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ലെന്ന് കോൺഗ്രസ് MLA സണ്ണി ജോസഫിന്റെ പ്രതികരണം. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതിനൊരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അതൊരു സംശയം വേണ്ട, ശ്രീ വി.ഡി. സതീശൻ അതിന് അർഹനായിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ മാറിയിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് വേണ്ടി പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നു. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടുണ്ടാവില്ല.
നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് വീണ്ടും കട്ടുപറഞ്ഞ സഭാ TV. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസംഗം സഭാ TV സംപ്രേഷണം ചെയ്തില്ല. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ മാത്രമാണ് സഭാ TV കാണിച്ചത്. നിയമസഭയുടെ ആരംഭം മുതൽ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. ADGP വിഷയം ചോദിച്ച പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. ശ്രീ മുരളി പെരുന്നല്ലി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KV സുമാഷ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ചോദ്യം നമ്പർ 1. സ്പീക്കറുടെ ഡയസിലും നടുത്തളത്തിലും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചതും പ്ലക്കാർഡുകൾ ഉയർത്തിയതും സഭാ TV കാണിച്ചില്ല. മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും മുഖം കാണിക്കാനാണെങ്കിൽ പിന്നെ എന്തിന് സഭാ TV എന്ന് പ്രതിപക്ഷ നേതാവ്. ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടത്തിയ ഡിബേറ്റ്, അതിൽ ഞാൻ നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ സഭാ TVയിൽ നിന്ന് നീക്കം ചെയ്തു. മുഖ്യമന്ത്രിയും പാർലമെന്ററി മന്ത്രിയും സ്പീക്കറും പറഞ്ഞത് മാത്രം സഭാ TVയിൽ നിൽക്കുന്നത്. എന്തിനാ പിന്നെ ഈ സഭാ TV? പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ സഭാ TV സെൻസർ ചെയ്യുന്നതിനെതിരെ നേരത്തെയും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയെങ്കിലും LDF-ൽ അതൃപ്തി പുകയുകയാണ്. നടപടി വൈകിയെന്ന അഭിപ്രായം ഘടകകക്ഷികൾ പരസ്യമാക്കി. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ MR അജിത് കുമാർ സ്ഥാനക്കയറ്റം ലക്ഷ്യമിട്ടെന്ന് DGPയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ വൈകിയതും ഉത്തരവിൽ നടപടിയെന്നുപോലും പരാമർശിക്കാത്തതുമാണ് അതൃപ്തിക്ക് കാരണം. ഇതിനെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിരോധിക്കുന്നത് സർക്കാർ ഉറപ്പുപാലിച്ചെന്ന വാദമുയർത്തിയാണ്. ഗവൺമെന്റ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു. അതിനിടയിൽ വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു സമ്മർദ്ദത്തിനെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവകാശവാദങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ. ക്രമസമാധാന പാലന ചുമതലകളിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നാണ് CPIയുടെ ആവശ്യം. ഈ ആവശ്യമാണ് CPI ആദ്യം മുതലേ ഉന്നയിച്ചത്. അതിനപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും CPI പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും. ആവശ്യമാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നത്. MR അജിത് കുമാറിനെ നേരത്തെ തന്നെ മാറ്റേണ്ടതായിരുന്നുവെന്ന് RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് 24നോട് പറഞ്ഞു. ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താനുള്ള കസേരകളിയെന്നാണ് നടപടിയിൽ PV അൻവറിന്റെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിൽ തൃപ്തിയൊന്നുമില്ല. തൃപ്തി ഉണ്ടാണെങ്കിൽ അവനെ ഡിസ്മിസ് ചെയ്യണം. കാരണം അവൻ നൊട്ടോറിയസ് ക്രിമിനലാണ്. ഇപ്പോൾ നടന്നിരിക്കുന്നത് താൽക്കാലികമായി ഇടതുപക്ഷ കക്ഷികളെ സമാധാനപ്പെടുത്താനുള്ള കസേരക്കളിയാണ്. അതേസമയം ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് DGPയുടെ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളുണ്ട്. DGP പദവി ഉൾപ്പെടെയുള്ള നേട്ടങ്ങളാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന സംശയം DGP മുന്നോട്ട് വയ്ക്കുന്നു. പോലീസിനെ സംശയമുനയിലാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗുരുതര പരാമർശം അവഗണിച്ചാണ് അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കിയത്. അതേസമയം കൂടിക്കാഴ്ചയെ നിസാരവൽക്കരിക്കുന്ന പ്രതികരണമാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ ഇന്ന് നടത്തിയത്. സംസാരേ പാടില്ല. ആരുമായിട്ട് SDP ആയിട്ട് സംസാരിക്കേണ്ടി വരും, ജമാഅത്തായിട്ട് സംസാരിക്കേണ്ടി വരും, RSSുമായിട്ട് സംസാരിക്കേണ്ടി വരും. നിരോധിക്കാത്തടത്തോളം കാലം നിരോധിച്ച പാർട്ടീൻ്റെ ആൾക്കാരുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ലേ? ഇപ്പോൾ സംസാരിക്കാനേ പാടില്ല. സംസാരിക്കാൻ എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ഡൽഹിയിലുള്ള DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ADGP വിഷയത്തിൽ ഇന്നും പ്രതികരിച്ചില്ല. 24 തിരുവനന്തപുരം. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങ കാരിൽച്ചാൽ ചുണ്ടൻ തന്നെയെന്ന അപ്പീൽ ജൂറി കമ്മിറ്റി. വിയവരൻ ചുണ്ടൻ തുടങ്ങ വില്ലേജ് ബോട്ട് ക്ലബിന്റെ പരാതി തള്ളി. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കുമരകം ബോട്ട് ക്ലബ്ബ് നൽകിയ പരാതിയും നിലനിൽക്കില്ലെന്ന് അപ്പീൽ ജൂറി വ്യക്തമാക്കി. ഹൈക്കോടതിയെ സമീപിക്കാനാണ് വില്ലേജ് ബോട്ട് ക്ലബിന്റെയും കുമരകം ബോട്ട് ക്ലബിന്റെയും തീരുമാനം. ഈ നിമിഷം അവർ ചെയ്തിരിക്കുന്നത് ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ കൊടുത്ത വാദത്തെ അവർ കേട്ടു. പക്ഷേ അതിന് ഞങ്ങളോടൊരു മറുപടി പറയാതെ വീണ്ടും നെഹ്റു ട്രോഫിയിൽ എന്ത് നടന്നു അത് തന്നെ ഇവിടെ വീണ്ടും നടന്നിരിക്കുന്നു. തുടർ നീക്കം എന്ന് ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോവാണ്. ഇവിടെ NDBR ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഞങ്ങൾ ആരുടെ പക്ഷമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഹൈക്കോടതിയിൽ ഒരു കാര്യമുണ്ട്. ഹൈക്കോടതിയിൽ തെളിവുകളാണ്. ഹൈക്കോടതിയിൽ ഞങ്ങൾ വ്യക്തമായിട്ട് ഇതിലെ പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവും. അവിടെ അത് നടന്നില്ലെങ്കിൽ പിന്നെ എന്താണെന്നുള്ളത് ഞങ്ങൾ കൂട്ടായിട്ട് തീരുമാനിക്കും. ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് വിയവരം ചുണ്ടൻവള്ള സമിതിയും BBC വില്ലേജ് ബോട്ട് ക്ലബ്ബും മുന്നോട്ട് പോകുന്നുള്ളത് യാതൊരു സംശയമില്ല. മനീഷ് മഹിവാലുണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, വിതരണത്തിൽ മാറ്റമില്ല, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, NTBRന്റെ അതായത് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ നിയമാവലി അനുസരിച്ചുള്ള പുനഃപരിശോധനയാണ് ഈ ജൂറി വീണ്ടും അപ്പീൽ ജൂറി നടത്തിയിട്ടുള്ളത്. ഈ അപ്പീൽ ജൂറിക്കകത്ത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ്, ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ, ജില്ലാ ലോ ഓഫീസർ അടങ്ങിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇത് വീണ്ടും പരിശോധിച്ചത്.
വീണ്ടും പരിശോധിച്ച സമയത്ത് ഇവരുടെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ നിഗമനം ഈ ആദ്യത്തെ ഫലപ്രഖ്യാപനത്തിൽ അപാകതയില്ല, അത് തന്നെയാണ് ശരി. അത് NTBR അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ്. ആദ്യം ഒരേപോലെ എത്തി, സമയത്തിൽ ഒരുപോലെ എത്തി. പക്ഷെ പിന്നീട് സമയത്തിന്റെ വിഭജനം നടത്തുമ്പോൾ 0.005 മൈക്രോ സെക്കൻഡുകൾക്ക് വിജയിച്ചത് കാരിച്ചാൽ ചുണ്ടൻ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ, ടൈമിംഗ് സംവിധാനം എന്നിവ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. ഒപ്പം തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പരാതി വിശദമായി ജൂറി ഓഫ് അപ്പീൽ പരിശോധിച്ചു. സ്റ്റാർട്ടിംഗിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴ പൊക്കിപ്പിടിച്ചതായി കണ്ടെത്തി. എന്നാൽ മത്സര നിബന്ധന പ്രകാരം അവർ തുഴയേണ്ടതായിരുന്നു. ട്രാക്ക് ക്ലിയർ ആണ് എന്ന് ഉറപ്പാക്കി ചീഫ് അമ്പയർ സ്റ്റാർട്ടിങ്ങിന് അനുമതി നൽകിയതിനാലാണ് ചീഫ് സ്റ്റാർട്ടർ സ്റ്റാർട്ടിംഗ് നടത്തിയത്. അതിനാൽ പ്രസ്തുത പരാതി പുനഃപരിശോധിക്കേണ്ട. അങ്ങനെ 2 പരാതികളും ഈ അപ്പീൽ ജൂറി തള്ളുകയുണ്ടായി. പക്ഷെ ഇതിനെതിരെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കോടതിയെ സമീപിക്കുമെന്നും ആദ്യം എത്തിയ വള്ളമാണ്, ടൈമിങ്ങിനല്ല കാര്യമെന്നാണ് ഇവരുടെ വാദം. ഉന്മേഷ്, അനൂജ. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സഹോദരിയെ പീഡിപ്പിച്ച കേസിൽ കോടതി 123 വർഷം തടവ് ശിക്ഷ വിധിച്ചതിന് പിന്നാലെ 19 വയസ്സുകാരന്റെ ആത്മഹത്യാശ്രമം കൈഞ്ഞരമ്പ് മുറിച്ച പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 12 വയസ്സുള്ള സഹോദരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് 19-കാരന് മഞ്ചേരി പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, വിശദാംശങ്ങൾ എന്താണ്? ഉന്മേഷ്, അനുജ, ഒരു കേൾക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം സഹോദരിയെ പീഡിപ്പിച്ചതിന് സഹോദരന് 123 വർഷമാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇത് 2019 ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. വീട്ടിൽ വെച്ച് ഈ പെൺകുട്ടിയെ, 12 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയെ സഹോദരൻ പീഡിപ്പിക്കുകയായിരുന്നു. അതിൽ ഗർഭിണിയാവുകയും ചെയ്തു. ഈ കേസിന്റെ പല ഘട്ടങ്ങളിലും വീട്ടുകാർ തന്നെ ഈ സഹോദരന് അനുകൂലമായി നിൽക്കുകയും അതിന്റെ വിചാരണ വേളയിലൊക്കെ അത്തരമൊരു നിലപാടെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഒരു വലിയ വിജയമായിട്ട് തന്നെ ഇതിനെ കാണണം. കാരണം DNA പരിശോധനയിലൂടെയാണ് പ്രതി കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് തെളിയിക്കുകയും അതിലിപ്പോൾ വലിയ രീതിയിലുള്ള കടുത്ത ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഈ ശിക്ഷാവിധി വന്നതിന് തൊട്ടുപിറകെ ഈ പ്രതി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. കൈഞ്ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പരിക്ക് ഗുരുതരമല്ല. ഇയാളിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജാമ്യത്തിലായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. 2019 നാടിനെ നടുക്കിയ ഈ സംഭവം. 12 വയസ്സുള്ള സഹോദരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ 19-കാരനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. കോഴിക്കോട് മുക്കത്തിനടുത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ അതിഥി തൊഴിലാളിയടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. പിടിയിലായ പ്രതികൾ കുട്ടിയുടെ മാതാവിന്റെ സുഹൃത്തുക്കളാണെന്നാണ് സംശയം. മറ്റു പ്രതികൾക്കായി മുക്കം പോലീസ് അന്വേഷണം തുടങ്ങി. 2 ആഴ്ച മുൻപ് സ്കൂളിൽ നിന്ന് വയറുവേദന അനുഭവപ്പെട്ടപ്പോഴാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിശോധനയിൽ കുട്ടി 6 മാസം ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ കൌൺസിലിംഗിലാണ് പ്രതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പെൺകുട്ടി മൊഴിയായി നൽകുന്നത്. സംഭവത്തിൽ അസം സ്വദേശി മോമൻ അലി, മലപ്പുറം അരീക്കോട് ഊർങ്ങാട്ടിരി സ്വദേശികളായ മുഹമ്മദ് അനസ്, യൂസുഫ് എന്നിവരെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ മൊഴിപ്രകാരം കൂടുതൽ പ്രതികളുണ്ടെന്നാണ് സൂചന. പ്രതികളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിദ്യാർത്ഥിനി ഇപ്പോൾ തിരുവനന്തപുരം ചൈൽഡ് കെയറിന്റെ സംരക്ഷണയിലാണ്. 24 കോഴിക്കോട്. തിരികെ 24 റൗണ്ടപ്പിലേക്ക്. ഹരിയാനയിലും ജമ്മുകശ്മീരിലെയും ജനവിധി നാളെ അറിയാം. ഇരു സംസ്ഥാനങ്ങളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അനുകൂല തരംഗം ഉണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പ്. കശ്മീരിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച് പാർട്ടികൾക്കുള്ളിലെ ചർച്ചകളും ചൂടുപിടിച്ചു. നാളെ രാവിലെ 6 മുതൽ 24 തത്സമയം ജനവിധി അറിയാം. ഹരിയാനയും ജമ്മു കശ്മീരും ആരു ഭരിക്കുമെന്ന് നാളെ അറിയാം. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മു കശ്മീരിൽ 63% പോളിംഗും ഹരിയാനയിൽ 65% പോളിംഗുമാണ് രേഖപ്പെടുത്തിയത്. ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലത്തിനു പിന്നാലെ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി ചർച്ചയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കാണ് പ്രഥമ പരിഗണന. കുമാരി ഷെൽജയുടെ പേരും ചർച്ചകളിലുണ്ട്. ജമ്മു കാശ്മീരിൽ തൂക്കുമന്ത്രിസഭയ്ക്കുള്ള സാധ്യതകളാണ് സർവേകൾ പറയുന്നത്. സർക്കാർ രൂപീകരിക്കുന്നതിന് കോൺഗ്രസ് NC സഖ്യത്തിന് പ്രതിസന്ധി നേരിട്ടാൽ പിന്തുണ പ്രഖ്യാപിക്കാൻ മടിക്കില്ലെന്നാണ് PDP കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. എക്സിറ്റ് പോൾ സർവേകളെ പാടെ തള്ളുന്ന BJP അവസാന ഘട്ടത്തിലും സർക്കാർ രൂപീകരിക്കുമെന്ന പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ല. ഒരു പതിറ്റാണ്ടിനു ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജമ്മു കാശ്മീർ ജനത മനസ്സിൽ കരുതിയതെന്ത്? പ്രതിഷേധങ്ങൾ അലയടിച്ച ഹരിയാന ഗോദയിൽ BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അതോ കോൺഗ്രസിന്റെ തിരിച്ചുവരവോ? തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സംഘം സർവസജ്ജം. വിനീത VG, 24 ഡൽഹി.
മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും വീഴ്ചയുണ്ടായി എന്ന് കോടതി. കുറ്റപത്രം നൽകുന്നതിലും തെളിവുകൾ ശേഖരിച്ചതിലും പിഴവുണ്ടായെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ വിധിയിൽ കാസർഗോഡ് സെഷൻസ് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേസിൽ CPIM BJP ഒത്തുകളിയെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് വിധിയിലെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. BJPയും CPIM ഒത്തുകളിച്ചാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതെന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് വിധിപ്പകർപ്പ് പുറത്തുവന്നത്. പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ഗുരുതര വീഴ്ചയുണ്ടായി. കേസിൽ 1 വർഷത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നിരിക്കെ കാലാവധി കഴിഞ്ഞ് 1 വർഷവും 7 മാസവും കഴിഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എന്തുകൊണ്ട് കാലതാമസം നേരിട്ടു എന്നത് സംബന്ധിച്ച കാരണം ബോധിപ്പിച്ചിട്ടില്ലെന്നും വിധിയിൽ പറയുന്നു. കെ സുന്ദരയെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചതിന് തെളിവില്ല. 2.5 ലക്ഷം രൂപ കൈപ്പറ്റിയതായും അത് മരുന്ന് വാങ്ങാനും വീട് പുനർനിർമ്മാണത്തിനുമായും ഉപയോഗിച്ചുവെന്നും സുന്ദര സമ്മതിക്കുന്നു. ഭയപ്പെടുത്തി നൽകിയ പണമാണെങ്കിൽ ഇങ്ങനെ ചെലവഴിക്കുമോ എന്ന സാമാന്യ യുക്തി പോലും അന്വേഷണ സംഘത്തിനുണ്ടായില്ല. BJPയിൽ ചേരാൻ പോകുന്നു എന്ന് സുന്ദര മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വയം വെളിപ്പെടുത്തിയതാണ്. ഇത് പരിശോധിച്ചിരുന്നെങ്കിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിയമം ചേർക്കില്ലായിരുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. വിധി പറയുമ്പോൾ പോലും പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകാതിരുന്നത് ഇതിന്റെ ഉദാഹരണമായാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ചൂണ്ടിക്കാട്ടുന്നത്. വിധിപ്പകർപ്പിൽ പോലീസിനെതിരായ വിമർശനം ഉയർന്നതോടെ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് പ്രതിപക്ഷം. 24 കാസർഗോഡ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ഓംപ്രകാശിനെതിരായ ലഹരി കേസിൽ പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ഭാസിയെയും ഹോട്ടലിൽ എത്തിച്ച എളമക്കര സ്വദേശി കസ്റ്റഡിയിലായിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. ചെന്നൈയിൽ എയർ ഷോ കാണാനെത്തിയവർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. വ്യോമസേന ആവശ്യപ്പെട്ടതിലധികം ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സർക്കാരിനെ വിമർശിച്ച് തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ് രംഗത്തെത്തി. ചെന്നൈ മറീന ബീച്ചിൽ വ്യോമസേനയുടെ എയർ ഷോ കാണാനെത്തിയ 5 പേരാണ് ഇന്നലെ മരിച്ചത്. കടുത്ത ചൂടിനെ തുടർന്നുണ്ടായ സൂര്യാഘാതവും നിർജ്ജലീകരണവുമാണ് മരണകാരണം. 13 ലക്ഷത്തിലധികം പേർ എയർ ഷോ കാണാനെത്തി. റോഡിലും റെയിൽവേ സ്റ്റേഷനിലും മെട്രോയിലും നിയന്ത്രണാതീതമായ തിരക്കാണുണ്ടായത്. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിശദീകരണവുമായി എത്തി. സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും കൃത്യമായ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നെന്നുമാണ് സ്റ്റാലിൻ പറയുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ നൽകും. തമിഴക വെട്രിക്കഴകം പ്രസിഡന്റ് നടൻ വിജയും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു. ജനങ്ങൾ കൂടുന്നിടത്ത് സർക്കാർ കൂടുതൽ സുരക്ഷ ഒരുക്കണമെന്ന് വിജയ് ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരാണ് 5 പേരുടെ മരണത്തിന് കാരണമെന്ന് AADMKയും BJPയും ആരോപിച്ചു. DMK മുന്നണിയുടെ ഭാഗമായ VCKയുടെ നേതാവ് തോൾ തിരുമാവളവനും സംഭവത്തിൽ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. 24 ചെന്നൈ. ബംഗളൂരുവിൽ നിന്ന് മലബാറിലേക്കുള്ള ട്രെയിൻ യാത്രാ ദുരിതം നേരിട്ടറിയാൻ ശ്രമിക്കുകയാണ് 24 സംഘം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്കായി ബംഗളൂരുവിൽ നിന്ന് 2 ട്രെയിനുകൾ മാത്രമാണ് നിലവിലുള്ളത്. റിസർവേഷൻ ടിക്കറ്റുകൾ കൃത്യമായി ലഭിക്കാത്തതിനാൽ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ സമാനതകളില്ലാത്ത ദുരിതമാണ് യാത്രക്കാർ നേരിടുന്നത്. ബംഗളൂരുവിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്കോ വടക്കൻ കേരളത്തിലൂടെയോ കടന്നു പോകുന്ന 2 ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് മംഗലാപുരം വഴി കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്നതാണ്. അതായത് മലപ്പുറം, കോഴിക്കോട് എന്നീ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് ബംഗളൂരുവിൽ നിന്ന് ആകെ 1 ട്രെയിൻ മാത്രമേ നിലവിൽ ഓടുന്നുള്ളൂ. ജോലിക്കായും പഠനത്തിനായും ആയിരക്കണക്കിന് മലയാളികൾ ആശ്രയിക്കുന്ന ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് യാത്രാ ദുരിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും ആ സാഹചര്യത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ബംഗളൂരുവിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ട്രെയിൻ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തന്നെ 10 മണിക്കൂറിലേറെ വേണം. കണ്ണൂരിലെത്താൻ 14 മണിക്കൂർ ആവശ്യമാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ യാത്രക്കാർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇത്രയും മണിക്കൂർ ഈ ദുരിത യാത്ര അനുഭവിച്ച് വേണം അവർ അവരുടെ നാടുകളിലെത്താൻ.
നമുക്ക് യൂറിയൻ പോകാനൊക്കെ കണ്ടില്ലേ, നല്ല ജെൻസൊക്കെ ഉള്ള കാരണം തിരക്ക് കൂടുതലാണ്, പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടും. അതുപോലെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെയൊക്കെ കയറുന്നതാണ്, അതിലും നല്ല ബുദ്ധിമുട്ടാണ്. സേലം കൊണ്ട് കടന്നാൽ നമുക്ക് ഇരിക്കാനേ പറ്റില്ല, അത്രയും തിരക്കാണ്. അവിടെ ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നു, സ്ത്രീകളൊക്കെ ഇങ്ങനെ കിടന്നിട്ടാണ് പോകുന്നത്, അത്രയും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു നല്ലൊരു രീതിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു കംഫർട്ടബിൾ ഇല്ല. കാരണം ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ റിസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇരുന്നിട്ടും ഫ്ലോറിൽ ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത്. തിരക്കാണ്, ഫുള്ള് തിരക്കന്നെ, ഭയങ്കര തന്നെ. ഇത് ഒരു സീറ്റിൽ തന്നെ 4-5 ആൾക്കാരൊക്കെ ഇരിക്കണം. ട്രെയിനകത്ത് നിൽക്കാനും ഇരിക്കാനുള്ള സ്പേസ് ഇല്ല, അതായത് അത്ര തിരക്കാണ്. അപ്പം അതായത് എക്സ്ട്രാ ഒരു ട്രെയിന് ആവശ്യമാണ്. ഞങ്ങളുടെ യാത്ര കർണാടക തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള ഹൊസൂരിൽ അവസാനിപ്പിക്കുകയാണ്. ഈ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ 10-12 മണിക്കൂർ യാത്ര ചെയ്യുന്നവർക്ക് സഹനശക്തിയുടെ പുരസ്കാരം നൽകേണ്ടി വരും. കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുക എന്നത് മാത്രമാണ് ഈ ദുരിതത്തിനുള്ള പരിഹാരം. അതിനിനിയും കാലതാമസം ഉണ്ടാകാതിരിക്കട്ടെ. 24 റൗണ്ട് അപ്പ് തുടരുകയാണ്. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. കൊച്ചിയിൽ ലഹരി ഒഴുകുന്നു. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും. ഓം പ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ നീക്കം. ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും ഓം പ്രകാശിനെ അറിയില്ലെന്നുമാണ് പ്രയാഗ മാർട്ടിന്റെ പ്രതികരണം. കേസിൽ ഓം പ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചു. കൊക്കൈൻ കൈവശം വെച്ചതിന് ഇന്നലെയാണ് എറണാകുളത്തെ ആഡംബര ഹോട്ടലിൽ നിന്ന് ഓം പ്രകാശിനെ പിടികൂടിയത്. ഓം പ്രകാശ് താമസിച്ചിരുന്ന റൂമിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന് കൊച്ചി DCP KS സുദർശൻ. ഇവർക്ക് പുറമെ 20-ലധികം പേർ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു. അവിടെയൊക്കെ ഫോറൻസിക് എക്സാമിനേഷൻ റിസൾട്ട് കിട്ടുന്നതിനുണ്ട്. അതുപോലെ തന്നെ പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളടക്കമുള്ള വസ്തുക്കളുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിന് ശേഷം ഇവരെ ആരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടി ഇവിടെ വന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായിരിക്കും. കൊച്ചിയിൽ നടന്ന DJ പരിപാടിയിൽ ലഹരി കൈമാറ്റത്തിന് എത്തിയതാണ് ഓം പ്രകാശ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഗുണ്ടാ നേതാവ് ലഹരി ഉപയോഗിച്ചത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഇതോടെയാണ് ഒന്നാം പ്രതി ഷിഹാസിനും ഓം പ്രകാശിനും ജാമ്യം ലഭിച്ചത്. നിലവിൽ കസ്റ്റഡി ആപ്ലിക്കേഷനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം അത് തന്നെയാണ്. പക്ഷേ അത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. ഇതെല്ലാം ആരോപണം മാത്രമായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. അതുമാത്രമല്ല, ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് അവർക്ക് കസ്റ്റഡി കൊടുത്ത് അന്വേഷിക്കാൻ തക്ക ഒരു ഒഫൻസും അവർ ചാർജ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നടന്ന DJ പാർട്ടി കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തും. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം. ലഹരി മാഫിയയും സിനിമാക്കാരുമായുള്ള ബന്ധം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പരാമർശിക്കുകയും ചർച്ച ശക്തമാകുകയും ചെയ്യുന്നതിനിടയിലാണ് യുവതാരങ്ങൾ നൊട്ടോറിയസ് ക്രിമിനലായ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചത്. ഇതിൽ വിശദമായ അന്വേഷണം സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്ന് നിഖിൽ നിലയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായി. അഭിനേതാക്കളായ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ഓം പ്രകാശ് താമസിച്ച ഹോട്ടലിൽ എത്തിച്ച ഇളമക്കര സ്വദേശിയാണ് പിടിയിലായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഇപ്പോൾ പിടിയിലായ ആൾ കൊണ്ടെത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണോ പോലീസ്? അനുജ, അല്പസമയം മുമ്പ് കൊച്ചി DCP തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ വിഷയത്തിൽ ഓം പ്രകാശിന് ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ല, വിശദമായ പരിശോധന നടത്തും. കാരണം കൊച്ചിയിലേക്ക് ഒരു ലഹരി സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തുക. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശ്രീനാഥ് ഭാസിയുടെയും പ്രയാഗ മാർട്ടിന്റെയും ഓം പ്രകാശിന്റെ മുറിയിലേക്കുള്ള സന്ദർശനമാണ്. ഇരുവരെയും എത്തിച്ചത് ഇളമക്കര സ്വദേശിയായ ബിനു ജോസഫ് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ബിനു ജോസഫിന്റെ പേരും പോലീസ് പരാമർശിച്ചിരുന്നു. ഇയാൾ മുൻപും MDMA-യുമായി
പിടിയിലായിട്ടുണ്ട്. NDPS കേസുകളടക്കം പ്രതിയായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇയാളെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ ആളുകളിലേക്ക് എത്താനാകും. അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് പ്രയാഗമാറ്റനും ശ്രീനാഥ് ബാസിയും ഓം പ്രകാശിന്റെ മുറിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്താനാകും. അതിനുശേഷമായിരിക്കും ഈ താരങ്ങളെ ചോദ്യം ചെയ്താൽ മതി എന്നൊരു തീരുമാനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതിന് മുന്നോടിയായാണ് ബിനു ജോസഫിനെ ചോദ്യം ചെയ്യുന്നത്. അനുജ, ഉന്മേഷം. പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിലാണ് ഇപ്പോൾ ഒരാൾ കൂടി കസ്റ്റഡിയിലായത്. ലഹരിയിൽ മുങ്ങി കൊച്ചി നഗരം. സെപ്റ്റംബറിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 137 നർക്കോട്ടിക് കേസുകളാണ്. പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കി. ഹൈഡ്രോ കഞ്ചാവ് മുതൽ സിന്തറ്റിക് ഡ്രഗ് വരെ അടക്കി വാഴുകയാണ് കൊച്ചി നഗരം. ഈ ലഹരി മാഫിയക്ക് തടയിടാൻ ആർക്ക് സാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 83 ഗ്രാം MDMA, കിലോ കണക്കിന് കഞ്ചാവ്, സിന്തറ്റിക് ടാബ്ലറ്റുകൾ അങ്ങനെ നീളുന്നു കഴിഞ്ഞ മാസം കൊച്ചി നഗരത്തിൽ പിടികൂടിയ ലഹരിയുടെ കണക്ക്. 137 കേസുകളിലായി 153 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോഴും ലഹരിയുടെ ഒഴുക്കിന് കുറവില്ല. കുപ്രസിദ്ധ ഗുണ്ടകളാണ് കൊച്ചിയിലെ ലഹരി മാഫിയയുടെ തലവന്മാർ. എന്തുകൊണ്ട് ഇവരെ പിടികൂടുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവർ മൗനം പാലിക്കുകയാണ്. കോളേജ് വിദ്യാർത്ഥികൾ, സിനിമാക്കാർ, IT പ്രൊഫഷണൽസ് എന്നിവരെ ലക്ഷ്യമിട്ടാണ് കൊച്ചിയിലെ ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേക പരിശോധനകൾ പോലീസും എക്സൈസും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ കൊക്കൈനുമായാണ് കൊച്ചിയിൽ നിന്ന് ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ പോലീസ് പിടികൂടിയത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ നേരിട്ടും അല്ലാതെയും മറുപടിയില്ല. ADGP RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം വിവാദം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ എന്നിവയിലാണ് മറുപടി ഇല്ലാത്തത്. ഇവ നക്ഷത്രചിഹ്നമില്ലാത്ത ചോദ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റിയത് നേരത്തെ വിവാദമായിരുന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, അൺസ്റ്റാർഡ് പട്ടികയിലേക്ക് മാറ്റിയിട്ടും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരുക്കമല്ല സർക്കാർ എന്നതാണോ മനസ്സിലാക്കേണ്ടത്? ഇക്കാര്യത്തിൽ സർക്കാരിന് ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, നമുക്കറിയാം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി ഇത് സഭയിൽ കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് ADGP RSS കൂടിക്കാഴ്ച, അതെന്തിനു വേണ്ടിയായിരുന്നു, അങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ടോ, ആ പരാതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ. രണ്ടാമത്തെ ചോദ്യം തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. മൂന്നാമത്തേത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി ബന്ധപ്പെട്ട ചോദ്യവുമായിരുന്നു. എന്നാൽ ഇത് സഭാ ചട്ടങ്ങൾ പാലിക്കാതെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റിയത് പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇത് പ്രതിപക്ഷം സ്പീക്കർക്ക് മുൻപിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ ആരോപണങ്ങളും അഭ്യൂഹങ്ങളും മാത്രമായതുകൊണ്ടാണ് നക്ഷത്ര ചിഹ്നമിടാത്ത പട്ടികയിലേക്ക് മാറ്റിയതെന്നായിരുന്നു സ്പീക്കറുടെ ഇക്കാര്യത്തിലെ റൂളിംഗ്. എന്നാൽ അങ്ങനെ മാറ്റിയിട്ടും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ സർക്കാർ ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സഭാരേഖയിലും ആ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയിട്ടില്ല. അനുജ, ശരി, അൺസ്റ്റാർഡ് ചോദ്യങ്ങളായിട്ടും ഇതിൽ മറുപടി നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്നത്തെ രേഖയിൽ ഇതിന് മറുപടി നൽകിയിട്ടില്ല എന്നതാണ്. അതിന്റെ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി നടൻ സിദ്ദിഖ്. തിരുവനന്തപുരം സിറ്റി കൺട്രോൾ റൂമിൽ പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സിദ്ദിഖ് ആവർത്തിച്ചു. തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സിദ്ദിഖിന് അന്വേഷണ സംഘം കത്ത് നൽകിയിരുന്നു. 9:30 കമ്മീഷൻ ഓഫീസിലെത്തിയ സിദ്ദിഖിനെ സിറ്റി കൺട്രോൾ റൂമിലേക്ക് അയച്ചു. പിന്നാലെ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ SP മെറിൻ ജോസഫ്, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ എന്നിവർ കൺട്രോൾ റൂമിലെത്തിയാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്തത്. പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് ഇന്ന് നടന്നത്. പരാതിക്കാരിയായ നടിയെ തിരുവനന്തപുരം നിള തിയേറ്ററിലെ പ്രിവ്യൂ ഷോയിൽ മാത്രമാണ് കണ്ടതെന്നും മസ്കറ്റ് ഹോട്ടലിൽ കണ്ടില്ലെന്നും സിദ്ദിഖ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. നടിക്കെതിരായ വാട്സപ്പ് ചാറ്റുകൾ ഇന്ന് ഹാജരാക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അന്വേഷണ സംഘത്തിന് കൈമാറിയില്ല. ചോദ്യം ചെയ്യലിന് 12-ന് വീണ്ടും ഹാജരാകാൻ സിദ്ദിഖിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് രേഖകൾ ഹാജരാക്കാമെന്ന് സിദ്ദിഖ് അറിയിച്ചു. ആഴത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയില്ല. ഈ മാസം 22-ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ ഈ മാസം 15-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടൻ ജയസൂര്യയ്ക്ക് അന്വേഷണ സംഘം കത്ത് നൽകി. 24 തിരുവനന്തപുരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും ചേലക്കരയിലും CPIM BJP ധാരണ എന്ന ആരോപണം ആവർത്തിച്ച് PV അൻവർ MLA. PV അൻവറിന്റെ പ്രസ്താവന പുച്ഛത്തോടെ തള്ളുന്നുവെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തിരിച്ചടിച്ചു.
ധാർമ്മികതയുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് വേണം PV അൻവർ പാർട്ടി രൂപീകരിക്കാനെന്ന് CPIM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി 24-നോട് പറഞ്ഞു. കേരളം പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നതോടെ വിവാദവും കത്തിക്കയറുകയാണ്. BJP CPIM കൂട്ടുകച്ചവടമെന്ന ആരോപണവും PV അൻവർ കടുപ്പിച്ചു. പാലക്കാട് UDF-ന് വോട്ട് കുറയുന്നില്ല. CPM-ന്റെ വോട്ട് BJP-യിലേക്ക് പോയി. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് വോട്ട് കുറയുന്നത്? വരുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഈ ഒത്തുതീർപ്പുണ്ടാകുമെന്ന് അൻവർ. ഏകദേശം 200 ബൂത്ത് ഉണ്ടാവും അവിടെ ആവറേജ്. 200 ബൂത്തിൽ 10 വോട്ട് മറിഞ്ഞാൽ മതി. 10 വോട്ട് മറിഞ്ഞാൽ BJP-ക്ക് സ്ഥാനാർത്ഥിയായി. ഇപ്പൊ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ഒന്ന് പരിശോധിച്ച് നോക്കൂ. CPM-ന്റെ ലോക്കൽ ആരെങ്കിലും മത്സരിക്കണം, ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നല്ല. BJP-യുടെ പ്രധാന നേതാവിനൊപ്പം ട്രെയിൻ യാത്ര നടത്തിയപ്പോൾ 2031-ൽ കേരളത്തിൽ ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞു. CPIM മുസ്ലിം വിരുദ്ധത പറയുന്നത് ഇതിന്റെ ഭാഗമെന്നും അൻവറിന്റെ ആരോപണം. എന്നാൽ CPM BJP ഡീലെന്ന പ്രസ്താവന തള്ളുകയാണ് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അൻവറിന്റെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണമെന്ന് സുരേഷ് ബാബു തിരിച്ചടിച്ചു. ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം ഈ അൻവർ എന്ന നിലവാരമില്ലാത്തൊരുത്തിന് മനസ്സിലാവണം. അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ DNA പരിശോധിച്ചാൽ മനസ്സിലാവും. DMK-യിലേക്ക് പോകാനെന്ന രീതിയിൽ വലിയ പുകമറ അൻവർ സൃഷ്ടിക്കുന്നുവെന്ന് CPIM-ന്റെ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി 24-നോട് പറഞ്ഞു. സ്റ്റാലിനെ കാണാൻ പോലും അനുമതി കിട്ടിയില്ല. കാണിച്ചത് നന്ദികേടെന്നും പാലോളി. തമിഴ്നാട്ടിൽ പോയി സ്റ്റാലിനെ കണ്ടു. സ്റ്റാലിൻ്റെ പാർട്ടിയായിട്ട് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ പത്രം വന്നപ്പോൾ. സ്റ്റാലിൻ കാണാൻ അനുമതി നൽകിയില്ല. ഇല്ല. അപ്പോൾ അത് ഒരു പുകമറ സൃഷ്ടിക്കും. എന്നിട്ടത് വലിയൊരു സംഭവമാണ് എന്നുള്ളത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കും. അത് അത്രയേ ഉള്ളൂ. അൻവറിനെതിരെയുള്ള CPM-ന്റെ വിശദീകരണ യോഗം ഇന്ന് വൈകിട്ട് ചന്തക്കുന്നിൽ നടക്കും. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ റിപ്പോർട്ട് കിട്ടിയ ഉടൻ ADGP-ക്കെതിരെ നടപടിയെടുത്തു എന്നതായിരിക്കും CPIM-ന്റെ പ്രധാന ആയുധം. 24 മലപ്പുറം. PV അൻവറിന് മറുപടി നൽകാൻ നിലമ്പൂരിലെ ചന്തക്കുന്നിൽ CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത നാടക സിനിമാ പ്രവർത്തക നിലമ്പൂർ ആയിഷയും വേദിയിലെത്തിയിട്ടുണ്ട്. വിപിൻ C വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, അൻവർ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി അതേ ചന്തക്കുന്നിൽ മറുപടി നൽകാൻ CPIM ഒരുങ്ങുകയാണ്. യോഗം ആരംഭിക്കാറായോ? PV അൻവറിന് രാഷ്ട്രീയമായി തന്നെ CPIM മറുപടി പറയുകയാണ്. നിലമ്പൂരിലെ ചന്തക്കുന്നിലാണ് CPIM ഇപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ അല്പസമയത്തിനകം ഈ യോഗം ഉദ്ഘാടനം ചെയ്യും. CPM-ന്റെ വിശദീകരണ യോഗം ഈ ചന്തക്കുന്നിൽ നടക്കും. PV അൻവർ ആദ്യ പൊതുസമ്മേളനം നടത്തിയതും ഇതേ ചന്തക്കുന്നിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു രാഷ്ട്രീയ വിശദീകരണം നൽകുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഒരു പ്രതിരോധം ഇക്കാര്യത്തിൽ തീർക്കുക എന്നുള്ളതുമായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഗുരുതരമായ ആരോപണം CPM-നെതിരെ, സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു PV അൻവർ. ഇതിനുള്ള ഒരു മറുപടി എന്ന രീതിക്ക് തന്നെയാണ് ഇപ്പോൾ വിശദീകരണ യോഗം നടന്നിരിക്കുന്നത്. എന്ത് നിലപാടുകൾ ഈ PV അൻവർ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ ആരോപണങ്ങളിലും എന്തൊക്കെയാണ് അതിലെടുക്കുന്ന നിലപാടുകൾ, അതിലെത്രത്തോളം നടപടിയെടുത്തു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ ഈ വിശദീകരണ യോഗത്തിൽ ഉണ്ടാവുക. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടനത്തിന് ശേഷം PK സൈനബ, TK ഹംസ, അതുപോലെ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള EN മോഹൻദാസ് തുടങ്ങിയവർ സംസാരിക്കും. അങ്ങനെ മുതിർന്ന നേതാക്കളാണ് ഉള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ നിലമ്പൂർ ആയിഷ കഴിഞ്ഞ ദിവസം PV അൻവറിന്റെ വീട്ടിൽ പോയത് ഒരു വലിയ വിവാദമായിരുന്നു. എന്നാൽ താൻ പോകുന്ന വഴിക്ക് കയറി എന്നുള്ളതായിരുന്നു അന്ന് നിലമ്പൂർ ആയിഷ പറഞ്ഞത്. ഇപ്പോൾ നിലമ്പൂർ ആയിഷയും CPM-ന്റെ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. TK ഹംസ എത്തിച്ചേർന്നു. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ കൂടി എത്തിക്കഴിഞ്ഞാൽ ഈ സമ്മേളനം ഇതിനോടകം തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം പാർട്ടി ഇപ്പോൾ നേരിടുന്ന കാര്യങ്ങളിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ADGP-ക്കെതിരെ, MR അജിത് കുമാറിനെതിരെ PV അൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ
പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം, സർക്കാരിന് ബോധ്യപ്പെട്ടതിന് ശേഷം നടപടിയെടുത്തു എന്നുള്ള ആയുധം തന്നെയായിരിക്കും ഈ പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ രീതിക്ക് തന്നെയായിരിക്കും ഇന്നുള്ള ഒരു മറുപടി ഉണ്ടാവുകയും ചെയ്യുക. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അന്വേഷിക്കാതെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമായിരുന്നു ആദ്യം മുതൽ തന്നെ CPM നേതൃത്വം മുഖ്യമന്ത്രിയും ശരി വിപിൻ, പറഞ്ഞിരുന്നത്. ഏതായാലും PV അൻവറിന് CPM അതേ നാണയത്തിൽ മറുപടി നൽകാനൊരുങ്ങുന്നു. ചന്തക്കുന്നിലെ വിശദീകരണ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. 24 റൗണ്ട് അപ്പിലേക്ക് തിരികെ. മലപ്പുറം മുൻ SP സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരായ വീട്ടമ്മയുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സുജിത് ദാസിന് പുറമെ DYSP VV ബെന്നി, CI വിനോദ് എന്നിവർക്കെതിരെയുമായിരുന്നു വീട്ടമ്മയുടെ പരാതി. ബലാത്സംഗ പരാതിയിൽ മുൻ SP സുജിത് ദാസ് അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കാതിരുന്നതോടെയാണ് വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചത്. പിന്നാലെ കോടതി സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വീട്ടമ്മയുടേത് കള്ളപ്പരാതിയാണ്. മൊഴികൾ പരസ്പര വിരുദ്ധം. ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവുകളൊന്നുമില്ല. FIR എടുത്താൽ പോലീസ് സേനയുടെ മനോവീര്യത്തെ ബാധിക്കുമെന്നും പരാതി തള്ളണമെന്നും സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പരാതി പറയാനെത്തിയപ്പോൾ മലപ്പുറം മുൻ SP സുജിത് ദാസ്, DYSP PV ബെന്നി, CI വിനോദ് എന്നിവർ ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവതിയുടെ പരാതി. കേസ് അടുത്ത ദിവസം ഹൈക്കോടതി പരിഗണിക്കും. 24 കൊച്ചി. KT ജലീൽ MLAയുടെ വിവാദ സ്വർണ്ണക്കടത്ത് പരാമർശത്തിൽ നിയമ നടപടിയുമായി മുസ്ലിം ലീഗ്. KT ജലീലിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം SPക്ക് പരാതി നൽകി. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ SP ഓഫീസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. KT ജലീലിന്റെ മലപ്പുറം പരാമർശത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ജലീലിന്റെ പ്രസ്താവന ഒരു നാടിനെയും ഒരു സമുദായത്തെയും അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടി തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖാണ് SPക്ക് പരാതി നൽകിയത്. മതസ്പർദ്ധയുണ്ടാക്കി കലാപമുണ്ടാക്കലാണ് ജലീലിന്റെ ലക്ഷ്യമെന്നും പരാതിയിൽ പറയുന്നു. അദ്ദേഹത്തിനെതിരെ മതസ്പർദ്ധ വർദ്ധിപ്പിച്ച വിഷയത്തിൽ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. KT ജലീലിന് മറുപടിയുമായി PMA സലാം. തങ്ങളുടെ മക്കളുകൊണ്ടാണ് നിൽക്കോ? നമുക്കറിയാം തൊഴിലില്ലാത്ത ഈത്തപ്പഴം കേരളത്തിലേക്ക് ഇറങ്ങിയത് എവിടെ നിന്നാണ്? മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് SP ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് രാജ് അവസാനിപ്പിക്കുക, മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് ലീഗ് നാളെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. 24 മലപ്പുറം. മാലദ്വീപ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്തെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു നീക്കവും ഉണ്ടാകില്ലെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഉറപ്പ് നൽകി. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വീകരണമൊരുക്കി. രാജ്ഘട്ടിലെത്തിയ മുയിസു മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചു. ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മാലിദ്വീപ് സാമ്പത്തിക നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. സമുദ്രമേഖലയിലെ സുരക്ഷയിലടക്കം ഇരു രാജ്യങ്ങളും സഹകരിച്ച് നീങ്ങും. മാലിദ്വീപിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. फ्रेंड्स, डेवलपमेंट पार्टनरशिप हमारे संबंधों का अहम स्तंभ है और हमने इसमें हमेशा मालदीव के लोगों की प्राथमिकताओं को प्रमुखता दी है. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കൂ എന്ന് മാലിദ്വീപ് പ്രസിഡന്റ് വ്യക്തമാക്കി. മാലിദ്വീപ് ചൈനയോട് കൂടുതൽ അടുക്കുന്നുവെന്ന നിരീക്ഷണങ്ങൾക്കിടെയാണ് ആദ്യ ഉഭയകക്ഷി ചർച്ചയ്ക്കായി മുഹമ്മദ് മുയിസു ഇന്ത്യയിലെത്തിയത്. 24 ഡൽഹി. തിരികെ 24 റൗണ്ടപ്പിലേക്ക്. അന്തരിച്ച CPIM ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറി P സുധാകരന്റെ സ്മരണാർത്ഥം കുടുംബ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡുകൾ വിതരണം ചെയ്തു. മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി, ഫ്ലവേഴ്സിന്റെയും ഗോകുലം ഗ്രൂപ്പിന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലൻ, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം എന്നിവർക്ക് പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ MK സാനു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മികച്ച പൊതുപ്രവർത്തകൻ മുതിർന്ന CPIM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, കേരളത്തിലെ ഏറ്റവും മികച്ച സംരംഭകൻ തൊഴിൽ ദാതാവ് ഫ്ലവേഴ്സ് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, മികച്ച മാധ്യമപ്രവർത്തകൻ 24 ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം. P സുധാകരൻ സ്മാരക കുടുംബ ട്രസ്റ്റാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. മാധ്യമരംഗത്ത് മറ്റു മേഖലയിലെ പോലെ മാറ്റം വന്നുവെന്ന് ഫ്ലവേഴ്സ് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഓരോരുത്തരും മറ്റുള്ളവരെ ദുഃഖങ്ങളും മനസ്സിലാക്കി
അവരുടെ സഹായിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാകണം. ഒന്നുമില്ല, ഇങ്ങനെ സമ്പത്തൊന്നും വേണ്ട, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ അവൻ എന്തെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു അംഗീകാരം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായും അവന് ഈ നല്ല ഒരു നേതാവായി സുധാരണ പോലെയുള്ള ഒരു നേതാവായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ, കായംകുളം MLA യു പ്രതിഭ, പി സുധാകരൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ S അജോയ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. 24 ആലപ്പുഴ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ 24 റൗണ്ടപ്പ് അവസാനിക്കുന്നു. നമസ്കാരം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.